നമസ്കാരം. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 15ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർട്ടൺസ് തിയറം പഠിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആണ്. ഒരു നെറ്റ്വർക്ക് തിയറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തിയറം കൂടിയാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൂപ്പർ പൊസിഷൻ തിയറം പഠിച്ചു, തെവനിൻസ് തിയറം പഠിച്ചു, നോർട്ടൺസ് തിയറം പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഓക്കെ, റെഡി ആണല്ലോ? എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം? സോ അത് പറയുന്നത് എങ്ങനെയാണ്? ഒരു എ ലോഡ് റിസീവ്സ് മാക്സിമം പവർ. ഒരു ലോഡിലേക്ക് മാക്സിമം പവർ റിസീവ് ചെയ്യുന്നത് എവിടെ നിന്ന്? സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം പവർ റിസീവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സോഴ്സ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇല്ലേ, ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ലോഡ് റെസിസ്റ്റൻസും നമ്മുടെ കൊടുക്കുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ്, അതായത് സോഴ്സിന്റെ റെസിസ്റ്റൻസും തമ്മിൽ ഈക്വൽ ആവുന്ന സമയത്താണ് മാക്സിമം പവർ നമ്മുടെ ലോഡിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. സോ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എ ലോഡ് വിൽ റിസീവ് മാക്സിമം പവർ ഫ്രം എ ലീനിയർ ബൈലാറ്ററൽ DC നെറ്റ്വർക്ക്. ഒരു ലീനിയർ ആയിട്ടുള്ള ബൈലാറ്ററൽ DC നെറ്റ്വർക്കിൽ ലോഡിലേക്ക് മാക്സിമം പവർ എത്തുന്നത് എങ്ങനെയാണെന്നാണ്? എപ്പോൾ? ഇറ്റ്സ് ടോട്ടൽ റെസിസ്റ്റീവ് വാല്യൂ ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി തെവനിൻസ് റെസിസ്റ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ആ റെസിസ്റ്റൻസും നമ്മുടെ ലോഡ് റെസിസ്റ്റൻസും ആയിട്ട് ഈക്വൽ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ മാക്സിമം പവർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ എപ്പോഴാണോ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസും നമ്മുടെ സപ്ലൈ ടോട്ടൽ നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസും ഈക്വൽ ആവുന്നത് ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന പവർ, മാക്സിമം പവർ എവിടെ എത്തുന്നുണ്ട്? ലോഡിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് മാക്സിമം പവർ എത്തുന്നത് ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര ആവുമ്പോഴാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതുപോലെ തന്നെ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ഡെലിവറി ചെയ്യുന്ന മാക്സിമം പവർ എത്രയാണ്? ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വഴി കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? സോ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും എങ്ങനെയായിരിക്കണം? ഇതിന്റെ ഈക്വൽ ആയിരിക്കണം. രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് മാക്സിമം പവർ അവിടെ ഡെലിവറി ആയിട്ട് കിട്ടുന്നത് ലോഡിൽ. RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് ആണ്, RS എന്ന് പറഞ്ഞാൽ സോഴ്സ് അഥവാ തെവനിൻ റെസിസ്റ്റൻസ് എന്നും പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്കൊരു ഒരു സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ എടുക്കാം. ഒരു വാട്ടർ ടാങ്ക് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ ടാങ്കിനെ നമുക്കൊരു പവർ സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെ? കൺസിഡർ ചെയ്യാം പവർ സോഴ്സ് ആയിട്ട്. ഇനി അതിൽ നിന്നും കണക്ട് ചെയ്യുന്ന പൈപ്പിന് അത്യാവശ്യം റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കാം, ബക്കറ്റ്, ആ പൈപ്പിന് അറ്റത്ത് എൻഡിൽ ഒരു ബക്കറ്റ് നമ്മുടെ ലോഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ ബക്കറ്റാണ്. ബക്കറ്റിലേക്കാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്, അല്ലെ? സോ നമ്മൾ ആലോചിച്ച് നോക്കൂ, ബക്കറ്റ് ഒരു സൈസിൽ കുറവാണ്, വളരെ കുറഞ്ഞ സൈസാണ് ബക്കറ്റ് എങ്കിൽ നമുക്ക് ഈ ടാങ്കിലുള്ള വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ മാക്സിമം എമൗണ്ട് വെള്ളം നമുക്ക് കിട്ടുമോ? കൃത്യമായിട്ട് ബക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം ബക്കറ്റിന്റെ സൈസ് ചെറുതാണ്. സോ ബക്കറ്റിന്റെ സൈസ് നമ്മൾ കൃത്യമായ സൈസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച കറക്റ്റ് പവർ ആയിരിക്കും, മാക്സിമം വാട്ടർ ഫ്ലോ ആയിരിക്കും എവിടെ ഉണ്ടാവുക? കൃത്യമായിട്ട് ബക്കറ്റിലേക്ക് കിട്ടുക. അപ്പം അതാണ് നമ്മൾ ഈ മാക്സിമം പവർ ട്രാൻസ്ഫറിൽ പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഹൈ ആയിരിക്കും. ആ കറണ്ട് ഹൈ ആയിരിക്കുന്ന സമയത്ത് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് പവർ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് കിട്ടില്ല, മാക്സിമം പവർ കിട്ടില്ല. ഇനി ലോഡ് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണെങ്കിലോ? വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഹൈ ആയിരിക്കും, പക്ഷെ കറണ്ട് ലോ ആയിരിക്കും. അപ്പോഴും മാക്സിമം പവറിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇനി ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ലോഡിലേക്ക് കൃത്യമായ മാക്സിമം പവർ നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ അടിസ്ഥാനം. ക്ലിയർ ആണോ? ഇതിന്റെ പ്രോബ്ലം ഒക്കെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ്. സോ അതിനൊരു ഫോർമുലയുണ്ട്. നമ്മൾ മാക്സിമം പവർ കണ്ടുപിടിക്കാനായിട്ട്, മാക്സിമം പവർ ലോഡിൽ ഡെലിവറി ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. P max is equal to VTH square divided by 4 into RTH. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഇവിടെ VTH എന്ന് പറഞ്ഞാൽ നമ്മൾ തെവനിൻ വോൾട്ടേജ് ആയിട്ടാണ് പറയുന്നത്. RTH എന്ന് പറഞ്ഞാൽ തെവനിൻ റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി തെവനിൻ തിയറം പഠിച്ച സമയത്ത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ സ്റ്റെപ്പ് വൈസ് പഠിച്ചതാണ്.
അതേപോലെ വി ടി എച്ചും കണ്ടുപിടിക്കുക, ആർ ടി എച്ചും കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുത്ത് മാക്സിമം പവർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? എളുപ്പമാണ്. അപ്പം ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇനി സ്റ്റെപ്സ് എങ്ങനെയാ പറയുന്നത്? ആദ്യം നമുക്ക് തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കണം. തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് വി ടി എച്ച് ആണ്, പിന്നെ ആർ ടി എച്ച് ആണ്. അപ്പൊ ആദ്യം വി ടി എച്ച് കണ്ടുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ്, തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ആർ ടി എച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ലോഡ് റെസിസ്റ്റൻസും തെവനിൻ റെസിസ്റ്റൻസും ഈക്വൽ ആണെന്ന് നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാക്സിമം പവർ ആ പി മാക്സ് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. വി ടി എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ആർ ടി എച്ച്. ഇത് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അത് ലോഡിലേക്ക് കിട്ടിയ മാക്സിമം പവർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ ആണോ? ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ പറയാനുള്ളത്. സ്റ്റെപ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, നമ്മൾ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 വോൾട്ട് സപ്ലൈ ഉണ്ട്, പിന്നെ 10 ഓം റെസിസ്റ്റൻസ്, 25 ഓം റെസിസ്റ്റൻസ്, 40 ഓം റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് RL ലോഡ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പൊ RL നമുക്ക് അറിയില്ല എത്രയാണെന്നുള്ളത്. അപ്പം RL എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് RTH ആണ്. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതെങ്കിലും ഒന്ന് ആദ്യം കണ്ടുപിടിക്കാം, VTH അല്ലെങ്കിൽ RTH കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, RTH കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 1 എഴുതാം, ഫൈൻഡ് RTH. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് ഓപ്പൺ ചെയ്യണം. ലോഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ടേൺ ഓഫ് ഓൾ സപ്ലൈ, ടേൺ ഓഫ് ഓൾ ഇൻഡിപെൻഡന്റ് സപ്ലൈ സോഴ്സസ്, ഇൻഡിപെൻഡന്റ് സോഴ്സസ്. അതായത് നമ്മൾ RTH ആണ് ആദ്യം കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം, ലോഡിനെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിലേതെങ്കിലും ഈ സർക്യൂട്ടിൽ തന്നിരിക്കുന്ന നെറ്റ്വർക്കിലെ ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ടേൺ ഓഫ് ചെയ്യാം. അപ്പൊ അതിന് വോൾട്ടേജ് സോഴ്സിനെ ടേൺ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു, എന്താണ്, റീപ്ലേസ് വിത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ലേ, ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് സോഴ്സിനെ. ഇനി കറണ്ട് സോഴ്സ് ആണെങ്കിലോ, കറണ്ട് സോഴ്സ് ആണെങ്കിൽ റീപ്ലേസ് വിത്ത് ഓപ്പൺ സർക്യൂട്ട്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ വീണ്ടും നമ്മൾ റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, പിന്നെ ബാക്കിയെല്ലാം റെസിസ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡ്രോ ചെയ്യും, പിന്നെ ലോഡ് ഓപ്പൺ ചെയ്ത് വെക്കും. ഇവിടെ 10 ഓം റെസിസ്റ്റർ ഉണ്ട്, 25 ഓം റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇവിടെ 40 ഓം റെസിസ്റ്റർ ഉണ്ട്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RTH. അപ്പൊ നോക്കി, ഈ 10 ഓം റെസിസ്റ്ററും 40 ഓം റെസിസ്റ്ററും എങ്ങനെയാണ്, പാരലൽ ആണ്. പിന്നെ 25 ഓം റെസിസ്റ്റർ ഉണ്ട്. സോ അതിന് നമുക്ക് RTH അല്ലെങ്കിൽ R ഇക്വലന്റ് കാണാനായിട്ട്, RTH കാണാനായിട്ട് എന്ത് ചെയ്യണം, ഈസ് ഈക്വൽ ടു 10 ഓമും 40 ഓമും പാരലൽ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 40 പ്ലസ് പിന്നെ 25 ഓമിന്റെ റെസിസ്റ്റൻസ്. ഇപ്പൊ എന്ത് വരും, 10 ഇൻറ്റു 40 400 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 25, ഒരു 50 850 400. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 8 പ്ലസ് 25 ഈക്വൽ ടു 33 ഓം വരും. അപ്പൊ നമുക്ക് കിട്ടി RTH ഈക്വൽ ടു 33. ക്ലിയർ ആണല്ലോ, RTH ഈക്വൽ ടു 33 ഓം. അത് തന്നെയാണ് എന്ത്, RL. അത് നമുക്ക് RL ആയിട്ട് കൺസിഡർ ചെയ്യാം, 33 ഓം എന്ന് കിട്ടി. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് സ്റ്റെപ്പ് 2, ഫൈൻഡ് VTH. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോഡ് ഓപ്പൺ ചെയ്തു, സോഴ്സുകളൊക്കെ അങ്ങനെ തന്നെ വെച്ചു, ലോഡ് ഓപ്പൺ ചെയ്തു. വീണ്ടും നമ്മൾ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്താൽ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉള്ള ഒരു 30 വോൾട്ട് സപ്ലൈ ഉണ്ട്. പിന്നെന്താണ്, അതിനോട് സീരീസ് ആയിട്ട് ഒരു 10 ഓം റെസിസ്റ്റർ, ഇവിടെ 40 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട VTH ആണ്. ഇവിടെ 40 ഓം റെസിസ്റ്റർ ഉണ്ട്,
ഇവിടെ 25 ഓം റെസിസ്റ്റർ ഉണ്ട്. അപ്പം വി ടി എച്ച് കണ്ടുപിടിക്കണം, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. നോക്കി, നമുക്ക് ഈ വി ടി എച്ച്, ഈ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ അല്ലേ, ഈ 40 ഓമിന് 40 ഓം റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വി ടി എച്ച് കിട്ടും. കാരണം ഈ 25 ഓം റെസിസ്റ്ററിന് ഈ സർക്യൂട്ടിൽ യാതൊരുവിധ കൺസിഡറേഷൻ ഇല്ല. കാരണം എന്താ, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടോ? ഓപ്പൺ സർക്യൂട്ട് ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് എന്താണ്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സോ നമ്മൾ കറണ്ട് ഫ്ലോ ഓൺലി ഇതിലൂടെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 40 ഓം റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചാൽ അത് എന്ത് തന്നെയാണ്? ഈ വി ടി എച്ച് തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് ഡിവിഷൻ റൂള് നമ്മൾ പഠിച്ചിരുന്ന വോൾട്ടേജ് ഡിവിഷൻ റൂൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം 30 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ V40 40 ഓമിന്റെ റെസിസ്റ്ററിൽ വീഴുന്ന അല്ലെങ്കിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ആ റെസിസ്റ്റൻസ്, ഏത് റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ആവുന്നതാണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് പ്ലസ് ആ റെസിസ്റ്റൻസ് തന്നെ. സോ V ഇൻറ്റു 40 ഡിവൈഡ് ബൈ 10 പ്ലസ് 40. അതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂള്. വോൾട്ടേജ് ഡിവിഷൻ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാകാത്തവർ വീണ്ടും ആ ക്ലാസ് ഒന്ന് പോയി കാണുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ നോക്കാം കേട്ടോ. വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട വോൾട്ടേജ് ഡ്രോപ്പ് 40 ഓം റെസിസ്റ്ററിലെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V40 ഓം എന്ന് എഴുതി ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം 30 വോൾട്ട് ആണ് ഇൻറ്റു ഏത് റെസിസ്റ്ററിലൂടെ പോകുന്ന ഏത് റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ഡിവൈഡ് ബൈ ആ സർക്യൂട്ടിലെ മറ്റ് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് പ്ലസ് ആ ഏത് റെസിസ്റ്റൻസ് ആണോ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കേണ്ടത് അത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? V നമുക്കറിയാം 30 ഇൻറ്റു 40 ബൈ 10 പ്ലസ് 40 50 ആണ് അല്ലെ. 10 പ്ലസ് 40 50 ആണ്. ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ സീറോയും വെട്ടിപ്പോയി. ഇവിടെ ഒരു 5 ഉണ്ട്, ഒരു 5 5 6 5 30, പിന്നെ 6 × 4 24 വോൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? V40 കിട്ടി. V40 എന്ന് പറഞ്ഞാൽ 24 വോൾട്ട് കിട്ടി. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ 24 വോൾട്ട് തന്നെയല്ലേ ഈ 40 ഓമിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് തന്നെയല്ലേ ഇവിടെ ഈ എൻഡിലും കിട്ടുന്നത്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? VTH is equal to 24 വോൾട്ട് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം പവർ കണ്ടുപിടിക്കണം. മാക്സിമം പവർ കണ്ടുപിടിക്കണം. നമ്മൾ മാക്സിമം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. Pmax is equal to VTH square divided by 4 into RTH. ഓക്കെ, ഇനി ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം. Pmax is equal to VTH എന്ന് പറഞ്ഞാൽ എത്രയാ? 24 whole square divided by 4 into എത്രയാണ്? 33 അല്ലേ? അതെ, 33 is equal to 24ന്റെ സ്ക്വയർ എത്രയാണ്? 576 ആണ് അല്ലെ. 576 divided by 132 എന്ത് വരും? ചെയ്യുന്ന സമയത്ത് 576 divided by 132 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 4.36 വാട്ട്സ്. സോ Pmax നമുക്ക് കിട്ടി 4.36 വാട്ട്സ്. ഇതാണ് മാക്സിമം പവർ. നമ്മുടെ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ള മാക്സിമം പവർ ആണ് 4.36 വാട്ട്സ്. ക്ലിയർ ആണല്ലോ? ഇപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ അടുത്ത പ്രോബ്ലം, ഈ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിന്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്ത് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത മാക്സിമം പവർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് ഒരു 12 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 2 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ഉണ്ട്, പിന്നെ ബാക്കി റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് RTH കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 1 ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ ആദ്യം VTH കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VTH ഉം RTH ഉം ആണ്. അതുകൊണ്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് Pmax എന്ന ഇക്വേഷൻ ഒന്ന് ആദ്യമേ എഴുതി വെക്കാം. ജസ്റ്റ് Pmax is equal to VTH square divided by 4 into RTH.
സോ വി ടി എച്ചും ആർ ടി എച്ചും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ഫൈൻഡ് ആർ ടി എച്ച്. ആർ ടി എച്ച് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടേൺ ഓഫ് all independent sources. Turn off all independent sources and load എന്ത് ചെയ്യണം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ലോഡ് ഓപ്പൺ ചെയ്യണം. അപ്പം നമ്മളത് സർക്യൂട്ടിൽ നിന്ന് റീഡ്രോ ചെയ്താൽ ഇവിടെ 12 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി 6 ഓം റെസിസ്റ്റൻസ് അവിടെ തന്നെ ഉണ്ട്. 12 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ 6 ഓം, ഇവിടെ 12 ഓം. ഇനി വരുന്നത് ഇവിടെ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. എന്നുവെച്ചാൽ അവിടെ കറണ്ട് സോഴ്സ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഓപ്പൺ ചെയ്തു. ദെൻ 2 ഓം റെസിസ്റ്റൻസ് അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ലോഡും ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പം ഇവിടുന്ന് നമുക്ക് ലോഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ആർ ടി എച്ച്. ഇവിടെ എത്രയുണ്ട്? 2 ഓം ഉണ്ട്. ഇനി നോക്കി എങ്ങനെ കണ്ടുപിടിക്കും? നോക്ക്, ഈ 6 ഓം റെസിസ്റ്റൻസും 12 ഓം റെസിസ്റ്റൻസും എങ്ങനെയാണ് കിടക്കുന്നത്? പാരലാണ് അല്ലേ? അപ്പൊ പാരലായിട്ട് കിടക്കുമ്പോൾ അത് പാരൽ ചെയ്തിട്ട് അതിന്റെ ഈക്വലന്റ് കണ്ടുപിടിക്കുക. പ്ലസ് 2 ഓം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ആർ ഈക്വലന്റ് അല്ലെങ്കിൽ ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം 6 × 12 ഡിവൈഡ് ബൈ 6 പ്ലസ് 12. അപ്പം 6 12 പാരൽ ആയതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് 6 × 12 ഡിവൈഡ് ബൈ 6 പ്ലസ് 12 പ്ലസ് നമ്മുടെ 2 ഓമിന്റെ റെസിസ്റ്റൻസും. ഇനി അത് സോൾവ് ചെയ്താൽ 12 × 6 എത്രയാണ്? 72 ആണ്. 72 പിന്നെ 18 പ്ലസ് 12. 12 × 6 18, സോറി 12 × 6 72/18. 72/18 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? 4. സോ ആർ ടി എച്ച് ഈസ് ഈക്വൽ ടു 4 + 2 ഈസ് ഈക്വൽ ടു 6 ഓം കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ആർ ടി എച്ച് കിട്ടി, നമുക്ക് 6 ഓം കിട്ടി. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആർ ടി എച്ച് കാണാനായിട്ട് നമ്മൾ സോഴ്സുകളൊക്കെ, ഇൻഡിപെൻഡന്റ് സോഴ്സുകളൊക്കെ നമ്മൾ ടേൺ ഓഫ് ചെയ്തു. ഇപ്പൊ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് വഴി ഓഫ് ചെയ്യണം. ഇനി കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ഓഫ് ചെയ്യണം. അതിനുശേഷമുള്ള ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? ആർ ടി എച്ച് ആയി. ഇനി ശേഷം അടുത്തത് ഫൈൻഡ് വി ടി എച്ച്. ഫൈൻഡ് സ്റ്റെപ്പ് 2 ഫൈൻഡ് വി ടി എച്ച്. അതിനായിട്ട് നമ്മൾ ലോഡ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ആർ എൽ, ലോഡ് ഓപ്പൺ ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മൾ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. എന്ത് ചെയ്തു? വോൾട്ടേജ് സോഴ്സ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു 6 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ 12 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ നമുക്കൊരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഇനി ഇവിടെ ഒരു 2 ഓമിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ലോഡ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇതിന് അക്രോസ് കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് എന്ത്? വി ടി എച്ച് എന്ന് പറഞ്ഞാൽ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 ആംപിയറിന്റെ ഒരു കറണ്ട് സോഴ്സ്, ഇവിടെ 12 ഓം, നമുക്ക് ഇവിടെ 6 ഓം ഉണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവിടെ 12 വോൾട്ട് അല്ലേ? 12 വോൾട്ട് നോക്കി, ഇവിടെ ഈ 2 പോയിന്റിൽ നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് ആ വോൾട്ടേജ് തന്നെ ആയിരിക്കില്ലേ ഈ പോയിന്റിൽ കിട്ടേണ്ട വോൾട്ടേജ്? അതായത് ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാത്? നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഉപയോഗിക്കാം അല്ലേ? വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോഡൽ അനാലിസിസ് വഴിയും എന്ത് ചെയ്യാം? KCL അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. സോ നമ്മൾ നേരത്തെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചിരുന്നു. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം? നോഡൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് പറയാം. KCL അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വോൾട്ടേജിൽ ഇവിടെ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ V എന്ന് അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് എർത്ത് എന്ന് വെച്ചാൽ 0 പൊട്ടൻഷ്യൽ ഉള്ളത്, 0 പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നോഡിൽ നിന്നും
ഇവിടേക്ക് ഒരു കറണ്ട് പോകുന്നുണ്ട് I1, ഇവിടേക്ക് പോകുന്നുണ്ട് I2, ഇവിടേക്ക് പോകുന്നുണ്ട് I3. ഓക്കെ, ഇനി നമ്മുടെ KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ KCL അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് അല്ലെങ്കിൽ KCL എന്ന് പറയാം. KCL അറ്റ് നോഡ് വി. നോഡ് വിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ വരുന്ന സമയത്ത് I1 പ്ലസ് I2 പ്ലസ് I3 is equal to 0. അപ്പം KCL പ്രകാരം I1 പ്ലസ് I2 പ്ലസ് I3 is equal to 0 ആണ്. ഇനി I1 ഉം I2 ഉം I3 നമുക്ക് കണ്ടുപിടിക്കണം. I1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? I1 എന്ന് പറഞ്ഞാൽ I നമുക്കറിയാം ഈക്വൽ ടു V ബൈ R ആണ്. അങ്ങനെയാണെങ്കിൽ V ബൈ R, ഇവിടെ V എന്ന് പറഞ്ഞാൽ V നമ്മുടെ മെയിൻ വോൾട്ടേജ് V, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടായി -12, പിന്നെന്താണ് ഇവിടെ സീറോ വോൾട്ടേജ് അല്ലേ ഉള്ളത്, സീറോ പൊട്ടൻഷ്യൽ, 0 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് 6 ഓം ആണ്, അപ്പം 6 പ്ലസ് ഇനി I2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. I2 എന്ന് പറഞ്ഞാൽ വീണ്ടും V മൈനസ് എന്ത് വരും, 0 അല്ലെ, ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്, സീറോ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ എന്ത് വരും, ആ റെസിസ്റ്റൻസ് 12 പ്ലസ് നോക്കി I3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ഈ 2 ഓം ആണ്, ഓൾറെഡി 2 ആംപിയർ കറണ്ട് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പം I3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, -2 ആംപിയർ ഇസ് ഈക്വൽ ടു 0. അപ്പം I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി. ക്ലിയർ ആണല്ലോ? V മൈനസ് 12 മൈനസ് 0 ഡിവൈഡ് ബൈ 6 പ്ലസ് V മൈനസ് 0 ബൈ 12 പ്ലസ് I3 എന്ന് പറഞ്ഞ കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ഇതിലൂടെ ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിന്റെ മൈനസ് ചിഹ്നോട്ട് കൊടുത്ത് -2 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് സോൾവ് ചെയ്യണം. LCM എടുത്ത്, അതായത് ഇപ്പൊ എല്ലാത്തിനും ഈ ഒരു എൻറ്റയർ സർക്യൂട്ടിനെ നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, അതായത് 12 ഇൻറ്റു V അല്ലെങ്കിൽ 12 ഇൻറ്റു V മൈനസ് 12, ഈ 0 അവിടെ വേണ്ടല്ലോ, ഡിവൈഡ് ബൈ 6 പ്ലസ് വീണ്ടും 12 V ബൈ 12 പ്ലസ് 12 ഇൻറ്റു -2 ഈസ് ഈക്വൽ ടു 0. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ 12നെ അകത്തോട്ടിട്ട് മൾട്ടിപ്ലൈ അല്ലെ, 12നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, നമുക്ക് കിട്ടുന്നത് 12നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് ഇത് വെട്ടി ചെറുതാക്കാം. 6 ഒരു 6 ഇവിടെ 2 വരും, ഇത് 6 12, ഈ 12ഉം ഈ 12ഉം വെട്ടിപ്പോവും. ബാക്കി നമുക്കൊന്ന് സോൾവ് ചെയ്താൽ ഈ 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു V 2V മൈനസ് 2 ഇൻറ്റു 12 24 പ്ലസ് ഇവിടെ V മാത്രമേ ഉള്ളൂ, 12 ക്യാൻസൽ ആയി പോയി, V എന്ന് പറയും. പിന്നെ എന്ത് വരും, ഇവിടെ 12 ഇൻറ്റു -2 ആണ്, അപ്പം -24 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊന്ന് സോൾവ് ചെയ്യാം. 2V പ്ലസ് V, അപ്പം 3V -24ഉം -48 ഈക്വൽ ടു 0. ഇനി 3V ഈക്വൽ ടു എന്ത് വരും, -48 അപ്പുറത്ത് പോകുമ്പോൾ 48 എന്നാവും, +48 ആവും. ദെൻ V ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 3 എന്ന് വരും, എന്ന് വെച്ചാൽ 16 അല്ലെ, 16 വോൾട്ട്. അപ്പം V എന്ന് കിട്ടിയത് 16 വോൾട്ട്. ഈ V തന്നെയാണ് എന്ത്, VTH അഥവാ തെവനിൻ ഇക്വലന്റ്, തെവനിൻ വോൾട്ടേജ് VTH 16 വോൾട്ട് കിട്ടി. അതായത് ഈ ഒരു വോൾട്ടേജ് ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു പോയിന്റും കിട്ടി. കാരണം ഈ 2 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അവിടെ വോൾട്ടേജ് ഡ്രോപ്പും കാര്യങ്ങളൊന്നുമില്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, VTH കിട്ടി 16 വോൾട്ട്. മനസ്സിലാത്തവർ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക, അതിന്റെ സ്റ്റെപ്സുകൾ ഒന്നും മനസ്സിലാക്കിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് RTH ആയി VTH ആയി. ഇനി എന്ത് ചെയ്യണം, സോ നമുക്ക് RTH കിട്ടി, എത്രയാ, 6 ഓം, 6 ഓം. ഇനി VTH കിട്ടി എത്രയാണ്, 16 അല്ലെ, 16 വോൾട്ട്. VTH കിട്ടി 16 വോൾട്ട്.
സോ നമ്മൾ പി മാക്സ് കാണണം. പി മാക്സ് ഇസ് ഈക്വൽ ടു വി ടി എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ആർ ടി എച്ച്. വി ടി എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 6 എന്ത് വരും? 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 ആണ്. 6 4 24 ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 10.66 വാട്ട്സ്. സോ ലോഡിൽ നിന്നും സോഴ്സിൽ നിന്നും ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 10.66 വാട്ട്സ് ആണ്. ഈ സർക്യൂട്ടിൽ സോഴ്സിൽ നിന്നും നമുക്ക് ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്ത് എത്രയാണ്? 10.66 വാട്ട്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പം എന്ത് ചെയ്യുക, ഒന്നുകൂടിയും ആ പ്രോബ്ലം ചെയ്യുന്ന സ്റ്റെപ്പുകളും ഓരോ പ്രോബ്ലം എടുത്ത് ഒന്നുകൂടി കാണുക, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കാം? റെസിപ്രോസിറ്റി തിയറം പഠിക്കാം. റെസിപ്രോസിറ്റി തിയറം നമ്മുടെ നെറ്റ്വർക്കിലെ 1ാമത്തെ മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് റെസിപ്രോസിറ്റി തിയറം. അതുകൂടി കഴിഞ്ഞ് നമ്മളെ 1ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. സോ ഇനി നമുക്ക് പിന്നെ 2ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.